ചന്ദ്രപദിനി ശക്തിപീഠത്തിൽ നിന്നുള്ള യാത്രയാണ്. ദേവപ്രയാഗിലേക്കാണ് യാത്ര. 34 കിലോമീറ്ററാണ് ദൂരം. രാവണവധശേഷം ബ്രഹ്മഹത്യാപാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കാൻ ശ്രീരാമചന്ദ്രൻ പരമശിവനെ തപസ് ചെയ്ത ദേവപ്രയാഗ്. മന്ദാകിനി നദിയും ഭാഗീരഥി നദിയും ചേർന്ന് ഗംഗാനദിയായി രൂപം കൊള്ളുന്ന സംഗമസ്ഥാനം. ദേവപ്രയാഗിനെപ്പറ്റി ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. പക്ഷേ അന്ന് ചില സ്ഥലങ്ങൾ വിട്ടുപോയിരുന്നു. അധികമാരും അറിയാത്ത സ്ഥലങ്ങൾ, പക്ഷേ വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ തന്നെ. അതിനാൽ ഇപ്രാവശ്യത്തെ യാത്രയിൽ അതെല്ലാം ഉൾപ്പെടുത്തണം. വീതി കുറവാണെങ്കിലും നല്ല റോഡാണ്. ഇടയ്ക്കൊന്ന് നിർത്തിയതാണ്. തട്ടുതട്ടായുള്ള കൃഷിസ്ഥലങ്ങൾ മലഞ്ചെരിവിൽ മുഴുവനും കാണാം. നോക്കെത്താ ദൂരത്തോളം മലകളും ഇടയ്ക്ക് ഗ്രാമങ്ങളും. ഇവിടെ സമയത്തിന് ദൈർഘ്യം കൂടുതലാണ്. നഗരത്തിൽ ദിനരാത്രങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോകുന്നു. ഇത്തരം ഗ്രാമങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് സമയം പോലും വളരെ പതുക്കെയാണ് കടന്നു പോകുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാക്കാനാണ് കട്ട് ചെയ്യാതെ ഇടുന്നത്. ഇടയ്ക്ക് ബൈക്ക് ഓടിക്കാൻ കൂടി കാറ്റ് തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഈ വനസൗന്ദര്യം ആസ്വദിച്ച് വളരെ പതുക്കെ പോയാൽ പോരെ എന്ന് കാറ്റ് ചോദിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. റോഡിലൂടെ അലസമായി നടക്കുന്ന ഗോക്കൾ. ഇവിടെ ഇടയ്ക്കിടെ റോഡുകളിൽ പശുക്കൂട്ടങ്ങളെ കാണാം. വഴിയരികിൽ ഒരു ചെറിയ ക്ഷേത്രം കാണാം. ഒരു ചെറിയ ഗുഹയോട് ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് നിർത്തി. പ്രായം അധികമില്ലാത്ത ഒരു സന്യാസി. തൻ്റെ ജടാഭാരം തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ച് കാഷായം ധരിച്ച ആൾ. ഈ കാണുന്ന ഷെഡിലാണ് ഇപ്പോൾ താമസം. 2016 ഇദ്ദേഹം മൂല്യഗാവ് എന്ന ഈ ഗ്രാമത്തിലെത്തിയത്. തൻ്റെ ആരാധനയ്ക്കായി സ്വയംഭൂവായ ഒരു ശിവലിംഗം തേടിയുള്ള യാത്രയെത്തിയത് വഴിയരികിൽ കാട് പിടിച്ചു കിടന്ന ഈ ഗുഹയിലേക്കാണ്. അദ്ദേഹവുമായി കുറച്ചുനേരം സംസാരിച്ചു. ബ്രഹ്മാവിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നുത്ഭവിച്ച ജീവജാല പരമ്പരകളിൽപ്പെട്ട ഒരു വിഭാഗം മാത്രമായ മാനവരാശി. അതിൽ എങ്ങനെയാണ് ജാതി വിഭാഗങ്ങൾ ഉണ്ടായത്? കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ വർണ്ണാശ്രമത്തെ പിൽക്കാലത്ത് തെറ്റായി വ്യാഖ്യാനിച്ച ചിലരാണ് ഇന്നത്തെ സങ്കീർണമായ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വങ്ങളും സൃഷ്ടിച്ചത് എന്നാണ് ഈ സന്യാസി വര്യന്റെ അഭിപ്രായം. അത് മനുഷ്യനെ പല തട്ടുകളിൽ കൊണ്ടുചെന്ന് നിർത്തി. അജ്ഞാനത്തിന്റെ പടുകുഴിയിൽ തള്ളിവിട്ടു. ഇന്നും മനുഷ്യരാശി ആ അജ്ഞാനത്തിൽ തന്നെയാണ്. മൂലപ്രകൃതിയുടെ ത്രിഗുണങ്ങളെ ആശ്രയിച്ച് സന്യാസി ശ്രേഷ്ഠർ മനുഷ്യരാശിയുടെ ജീവിതം എളുപ്പമാക്കാനുണ്ടാക്കിയ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് ഇന്ന് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. ആദിശങ്കരന്റെ അദ്വൈത സിദ്ധാന്തം മനസ്സിലാക്കാൻ മനുഷ്യൻ എന്നു കഴിയും? ഗുരുപരമ്പരകളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിനായി അലയുന്ന ഉപാസകനായ ഈ സന്യാസി ജീവിതത്തിന്റെ നിരർത്ഥകത പറയാതെ പറയുന്നു. ഇതാണ് ഈ ഗുഹയ്ക്കുള്ളിൽ സന്യാസിവര്യൻ കണ്ടെത്തിയ സ്വയംഭൂ ശിവലിംഗങ്ങൾ. വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ ശിലകളിൽ 2 ശിവലിംഗ രൂപങ്ങളുണ്ട്. തണുത്തുറഞ്ഞ് ശിലകളായി മാറിയ മഞ്ഞാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. മഞ്ഞുറഞ്ഞാണ് സ്ഫടികമുണ്ടാകുന്നത്. അത്തരത്തിലുള്ള സ്ഫടികശിലയാണിത്. ഇവിടെ ശിലകളിൽ നാഗരൂപങ്ങളോട് സമാനമായ ചില ആകൃതികളുണ്ട്. അതിനാൽ ബൗഡനാഗേശ്വർ എന്നാണ് ഈ ക്ഷേത്രത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. 2 നിലകളിലായാണ് ഇന്ന് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇന്നാട്ടുകാരുടെ സഹായത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രം പണിതീർത്തത്. ഭൂമിക്കടിയിൽ ഒരു ഗുഹ തന്നെയാണ്. ഈ ഗുഹയിലായിരുന്നു ആദ്യകാലത്ത് ഈ സന്യാസി താമസിച്ചിരുന്നത്. ഇന്നത് ധ്യാനത്തിനായി മാത്രം ഉപയോഗിക്കുന്നു. ഈ ഗുഹ പിന്നെയും താഴേക്ക് പോയി അങ്ങ് താഴെ താഴ്വരയിൽ ചെന്ന് അവസാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാണുന്ന സിമന്റ് ചെയ്ത് ചങ്ങലയിട്ടിരിക്കുന്ന ഭാഗത്ത് ഭൂമിക്കടിയിലാണ് ഗുഹ. അവിടെ താഴ്വാരത്തിൽ ഗുഹാഭാഗത്ത് കടുവകളുടെ ആവാസ സ്ഥലമാണ്. അവിടം
ജനവാസം തീരെയില്ലാത്ത കാട് തന്നെയാണ്. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു. താഴെ എത്തിക്കഴിഞ്ഞാൽ രുദ്രപ്രയാഗിൽ നിന്നും വരുന്ന ഹൈവേയിൽ ചെന്നെത്തുന്നു. നല്ല വീതിയേറിയ റോഡാണിവിടെ. റോഡ് വീതി കൂട്ടണമെങ്കിൽ മലകൾ ഇടിക്കണം. അത് പ്രകൃതിയുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നു. പിന്നെ മഴക്കാലത്ത് ഇവിടമെല്ലാം ഇടിഞ്ഞ് റോഡ് തന്നെ ഒലിച്ചു പോകാൻ കാരണമാകുന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും പ്രകൃതി തന്നെ ജയിക്കുന്നു. ഭാഗീരഥിയെ മുറിച്ചു കടന്ന് ദേവപ്രയാഗിലെത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം താമസിച്ച ലവ് കുശ് ഹോട്ടലിൽ തന്നെയാണ് മുറിയെടുത്തത്. ബാഗും മറ്റും വെച്ച് ക്ഷേത്രത്തിലേക്കെത്തി. രഘുനാഥ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. ഭരത് എന്നാണ് പേര്. ഇദ്ദേഹം ഒരു ഗൈഡാണ്. മുൻപ് വന്നിരുന്നതിനാൽ എനിക്ക് ഇവിടമെല്ലാം പരിചിതമാണ്. എന്നിരുന്നാലും ഇവരുടെ ഉപജീവന മാർഗമാണിത്. 50 രൂപയെ ആവശ്യപ്പെടുന്നുള്ളൂ. മാത്രമല്ല ഇവർക്കിത് സീസണുമല്ല. ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് മുകളിൽ ചില മുറികൾ പണിയുന്നത് കാണാനുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ സനാതനധർമ്മത്തിന്റെ പുനരുദ്ധാരണത്തിന് തുടക്കമിട്ട ശങ്കരഗുരുവിനെ വണങ്ങി. തൊട്ടടുത്ത ചന്ദ്രശേഖര മഹാദേവനെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള പ്രതിഷ്ഠകൾ. അമ്പലത്തിന് പുറകുവശത്ത് പാറയിൽ ചിലത് എഴുതിയിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരൻ രഘുനാഥമൂർത്തിയെ പ്രതിഷ്ഠിച്ച് പണിയിച്ച ഈ ക്ഷേത്രത്തിൽ പണ്ടുകാലം മുതൽക്കേ ധാരാളം ദേശാടകരും ഭക്തരും എത്തിയിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ ലിഖിതങ്ങളാണ് പാറയിൽ കാണപ്പെടുന്നത്. ആയിരത്തി 1986-87 കാലഘട്ടത്തിൽ കാഞ്ചി കാമകോടിയിലെ ശങ്കരാചാര്യ സ്വാമികളാണ് ക്ഷേത്രം നവീകരിച്ചത്. പാറയിൽ തന്നെയുള്ള ഹനുമാൻ മൂർത്തി. നരസിംഹ പ്രതിഷ്ഠ. ശ്രീരാമചന്ദ്രൻ തപസ്സനുഷ്ഠിച്ച ശില. ഇതാണ് 6 അടി ഉയരത്തിൽ ശാലിഗ്രാമശിലയിൽ തീർത്ത രഘുനാഥ പ്രതിഷ്ഠ. ശങ്കരാചാര്യരാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. രഘുനാഥ ക്ഷേത്രാങ്കണത്തിന് താഴെയായി ഒരു ശിവക്ഷേത്രമുണ്ട്. ആദിവിശ്വേശ്വര ക്ഷേത്രമെന്നറിയപ്പെടുന്ന ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ ശ്രീരാമൻ സ്വയം ചെയ്തതാണെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ക്ഷേത്രത്തെപ്പറ്റിയും ഇതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അറിയുമായിരുന്നില്ല. കാലത്ത് ഹോമത്തിനുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നത്. ഇതിനിടയിൽ മുരുകാനന്ദ സ്വാമി എന്ന തമിഴ് സന്യാസിയെ പരിചയപ്പെട്ടു. എന്റെ യാത്രകളിൽ പലപ്പോഴും ഇത്തരം വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് ജീവിതത്തെയും അതിന്റെ ലക്ഷ്യത്തെപ്പറ്റിയും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യജന്മത്തിന്റെയും കർമ്മയോഗത്തിന്റെയും പ്രാധാന്യം ഇത്തരം അവധൂതന്മാർ പറഞ്ഞു തരുന്നു. ഇതാണ് മുരുകാനന്ദ സ്വാമി, തികഞ്ഞ സാത്വികൻ. ഇത് നമ്മുടെ നാട്ടുകാരുടെ ഇല്ലേ? ഒരു യജ്ഞം നടക്കുകയാണിവിടെ. വലതുവശത്തുള്ളത് യജ്ഞ യജമാനനും നടുക്കുള്ളത് കാർമ്മികനുമാണ്. കാർമ്മികൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങൾ ഉരുവിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന യജ്ഞ യജമാനൻ. ഇവിടങ്ങളിലെല്ലാം ഭക്തർ സ്വയം തന്നെയാണ് പൂജകളെല്ലാം ചെയ്യുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്താൻ ഈയുള്ളവനും ഭാഗ്യമുണ്ടായി. എല്ലാറ്റിനും മൂകസാക്ഷിയായി നന്ദികേശൻ. താഴെ സംഗമത്തിലേക്ക് പോകുമ്പോൾ വലതുവശത്തായി മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഘാട്ട്. തട്ടിനടിയിൽ ചാരവും എല്ലിൻ കഷ്ണങ്ങളുമായി കഴിഞ്ഞ ജീവിതങ്ങൾ. ഭാഗീരഥിയുടെ തീരത്തായാണ് ഈ ശ്മശാനഘാട്ട്.
സഗരപുത്രന്മാരുടെ ചാരത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർക്ക് മോക്ഷത്തിനായി ഭഗീരഥന്റെ കൊടും തപത്തിനൊടുവിൽ പരമശിവന്റെ ജടയിൽ വന്നവതരിച്ച ആകാശഗംഗ ഭാഗീരഥി ഇന്നും പലരുടെയും ചാരം ഏറ്റുവാങ്ങി മോക്ഷമേകി അവൾ പ്രയാണം തുടരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊന്നിൽ ബൂഢാകേദാർ ദർശനത്തിന് മുൻപായി കണ്ട ടെഹ്രി ഡാം ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ ഏറ്റവും ഉയരമുള്ള ഡാമാണ് ടെഹ്രി ഡാം. സംഗമസ്ഥലത്ത് സന്ദർശകർ തീരെ കുറവാണ്. ശ്രീരാമപാദ ചിഹ്നവുമായി ഹനുമാൻ ശില ദർശനമരുളുന്നു. ഇന്ന് വെള്ളവും തീരെ കുറവാണ് സംഗമത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം ആർത്തലച്ച് ഒഴുകിയിരുന്ന ഭാഗീരഥി ഈ കാണുന്ന ഭാഗം മുഴുവൻ കൈയടക്കിയിരുന്നു. ഇടതുവശത്തു നിന്ന് ഒഴുകി വരുന്നതാണ് മന്ദാകിനി നദി, വലതുവശത്തു നിന്ന് ഒഴുകി വരുന്നത് ഭാഗീരഥി. രണ്ടും ചേർന്ന് ഗംഗാനദിയായി ഇവിടെ രൂപപ്പെടുന്നു. ഒന്ന് ചുറ്റി നടക്കുകയാണ്. അളകനന്ദയ്ക്ക് മുകളിൽ ഒരു പാലത്തിന്റെ പണി പുരോഗമിക്കുന്നു. 3 പേരെ പരിചയപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ളവർ. നേരെ എതിർവശത്തെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളാണിവർ. ഇതാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സംസ്കൃത യൂണിവേഴ്സിറ്റി. അവിടേക്കുള്ള പാലത്തിന്റെ പണിയിൽ വ്യാപൃതരായ തൊഴിലാളികൾ. ഇങ്ങനെ എത്രയോ അറിയപ്പെടാത്ത ആൾക്കാരുടെ ശ്രമഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പാറകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ. ക്ഷേത്രം മുകളിൽ ഉയരെയാണ്. ആ ക്ഷേത്രാങ്കണത്തിന്റെ താഴെ നിന്നും കെട്ടിപ്പൊക്കിയ കരിങ്കൽ ഭിത്തിയാണിത്. ഭഗവാനെ നമ്മൾ ശരിക്കും കാണുന്നത് സ്വഭാവത്തിലൂടെയാണ്, ഗുണത്തിലൂടെയാണ്. പഞ്ചഭൂതം, കാറ്റ്, വെള്ളം ഇത്യാദികൾ. രഘുനാഥ ക്ഷേത്രാങ്കണത്തിന് സമീപമുള്ള മണ്ഡപത്തിൽ ചില കാഷായ വേഷധാരികൾ. ഇതാണ് വീരമണി. ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന പാലക്കാടൻ വേരുകളുള്ള തമിഴ് ബ്രാഹ്മണൻ. 86 ദിവസങ്ങൾ കൊണ്ട് കാൽനടയായി ബാംഗ്ലൂരിൽ നിന്നും ദേവപ്രയാഗിൽ എത്തിയിരിക്കുകയാണ് ഇദ്ദേഹം. ബാംഗ്ലൂരിൽ കുടുംബമായി താമസിക്കുന്ന ഇദ്ദേഹത്തിന് സന്യാസത്തിനും വാനപ്രസ്ഥത്തിനുമുള്ള പ്രേരണ മനസ്സിൽ അങ്കുരിതമായതിനു ശേഷമുള്ള യാത്രകളിൽ ഒന്നാണിത്. കേരളത്തിലുള്ളവർ ശങ്കരാചാര്യർക്ക് വളരെ താമസിച്ചാണ് അംഗീകാരം നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നും ഹിന്ദു സമൂഹം, പ്രത്യേകിച്ച് കേരളീയർ പുലർത്തുന്ന ജാതി വ്യവസ്ഥയെ അദ്ദേഹം വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അഭ്യസ്തവിദ്യരെന്നും ജ്ഞാനികളെന്നും കരുതുന്ന കേരള സമൂഹം ഇന്നും മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉത്തരേന്ത്യയിൽ ഭക്തനും മൂർത്തിക്കുമിടയിൽ ആരും തടസ്സമായി വരുന്നില്ല. ഭക്തനെയും ക്ഷേത്രത്തിലെ ഭഗവത് പ്രതിഷ്ഠയെയും അകറ്റി നിർത്തുന്ന സമ്പ്രദായം എന്നാണ് അവസാനിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു മേൽക്കോയ്മയും അതിനാൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങൾ വെറും വ്യാപാരശാലകളായി മാറുകയാണെന്ന് അദ്ദേഹം ദുഃഖിക്കുന്നു. വെറും കറവ പശുക്കളായി മാറുന്ന ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തി അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. 40 കിലോയിലധികം ഭാരമുള്ള ഒരു കാവടിയിൽ ഗംഗാജലവുമായി കാൽനടയായി പോകുന്ന മഹാദേവ ഉപാസകനാണ് കൂടെയിരിക്കുന്ന സന്യാസി. കൽപ്പടവുകൾ കയറി മുകളിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഒരു സുദർശന ചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. കുത്തനെയുള്ള പടവുകളാണ് എല്ലായിടത്തും. ഈ വഴി കയറി ചെന്നെത്തുന്നത് ആ ക്ഷേത്രത്തിലേക്കാണ്. ഇരുട്ടായിരിക്കുന്നു. വഴിയിൽ വെളിച്ചമുണ്ട്. പക്ഷേ
മുകളിൽ ചെന്ന് ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ താഴിട്ടിരിക്കുന്നു. ഉള്ളിൽ 2 കരിങ്കൽ പ്രതിഷ്ഠകൾ കാണാനുണ്ട്, പക്ഷേ വ്യക്തമായി മനസ്സിലാക്കാനാകുന്നില്ല. ഇനി കാലത്ത് ഒന്നുകൂടി വരണം. ക്ഷേത്രത്തിന് മുന്നിൽ നിറയെ കള്ളിമുൾ ചെടികളാണ്. കുറച്ചു മുകളിലായി ഒരു ബോർഡിൽ ക്ഷേത്രപാൽ ദേവത എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇന്നിനി ക്ഷേത്ര ദർശനം സാധ്യമല്ല, പക്ഷെ 3 പേരെ കണ്ടുമുട്ടി. ഒരാൾ മംഗലാപുരത്ത് നിന്ന് വന്ന ആളാണ്. 2 പേർ ഇവിടെ തന്നെ താമസിക്കുന്ന ദമ്പതികളാണ്. അവരുടെ കൂടെ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെത്തി. ശ്രീരാമന്റെ കുലദേവതയാണ് ഭുവനേശ്വരി ദേവി. ഇവിടെ 1000 കിലോ തൂക്കമുള്ള ഒരു മണിയുണ്ട്. പുനർനിർമ്മിക്കപ്പെട്ട ഒരു പഴയ ക്ഷേത്രമാണിതും. ഇതാണ് ദേവി പ്രതിഷ്ഠ. ഒരു സന്യാസിവര്യൻ താമസിക്കുന്ന സ്ഥലത്താണിപ്പോൾ എത്തിയിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നും നാടും വീടും ഉപേക്ഷിച്ച് സന്യാസിയായി ഇറങ്ങിത്തിരിച്ച ആൾ. ഒരു ഹഠയോഗിയായ ഇദ്ദേഹം ഉത്തരാഖണ്ഡിനെ തപോഭൂമിയായാണ് വിശേഷിപ്പിക്കുന്നത്. അനേകം തപോധനന്മാർ സർവസംഘ പരിത്യാഗികളായി വന്ന് തപസ്സനുഷ്ഠിച്ച പ്രദേശം. നാരദൻ, ശ്രീരാമൻ തുടങ്ങിയവർ പോലും തപസ്സനുഷ്ഠിച്ച സ്ഥലം. അതിനാലാണ് ഇദ്ദേഹവും തപസ്സിനായി ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. ചൂടിലും തണുപ്പിലും ഒരു കൗബീനം മാത്രം ധരിച്ച് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് തപസ് ചെയ്യുന്ന യോഗി. ഇത്തരം യോഗികളെ സമയം ബന്ധിക്കുന്നില്ല. വളരെ കുറച്ചു മാത്രം ഉറങ്ങുന്നവർ, രാത്രിയുടെ യാമങ്ങളിൽ ധ്യാനം ചെയ്യുന്നവർ, ശരീരത്തെ ഒരു വഴിയമ്പലമായി മാത്രം കരുതുന്നവർ, മരണത്തെ ഒരു തുടക്കമായി കരുതുന്നവർ. നേരം വളരെ വൈകിയിരിക്കുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മുറിയിലെത്തി. നല്ല ക്ഷീണമുണ്ട്. ഇനി ഉറക്കം. കാലത്ത് നേരത്തെ തന്നെ ഇറങ്ങി പടികൾ കയറി. രാത്രി കണ്ട ക്ഷേത്രപാൽ ക്ഷേത്രത്തിലേക്കാണ്. പടികൾ കയറവേ ഇവിടെ വേരുകൾ കൊണ്ട് മതിലിൽ ചിത്രം വരച്ച ഒരു ആൽമരം. പല രൂപങ്ങളും കെട്ടുപിണഞ്ഞ വേരുകളിൽ സങ്കല്പിക്കാം. മുകളിലെത്തി. ക്ഷേത്രപാൽ എന്നത് ഒരു ഗ്രാമീണ ദേവതാ സങ്കല്പമാണ്. ഇവിടെ ക്ഷേത്രം എന്നാൽ ഒരു പ്രത്യേക സ്ഥലം എന്നാണ് വിവക്ഷ. അവിടെ താമസിക്കുന്നവരുടെ ക്ഷേമൈശ്വര്യങ്ങളും സംരക്ഷണയും ഈ ദേവതയുടെ അധീനതയിലാണെന്നാണ് വിശ്വാസം. ശിവന്റെ മറ്റൊരു രൂപമായ കാലഭൈരവനാണ് ക്ഷേത്രപാലൻ എന്ന് കരുതുന്നവരുമുണ്ട്. ദക്ഷിണ ഭാരതത്തിലും ഇത്തരം ഗ്രാമക്ഷേത്രങ്ങളുണ്ട്. കയ്യിൽ വാളും മീശയുമായി നിൽക്കുന്ന ഉഗ്രരൂപങ്ങൾ അവിടങ്ങളിലുണ്ട്. കൃഷി തുടങ്ങുമ്പോഴും വിളവെടുക്കുമ്പോഴും ഈ മൂർത്തിയെ ആരാധിച്ചാണ് ആരംഭം. പണ്ടുകാലത്ത് മൃഗബലികളും നടത്തിയിരുന്നു. കല്ലുകൾ കൊണ്ട് പണിത ചെറിയ ക്ഷേത്രം ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. കയ്യിലെ ചെറിയ ടോർച്ച് വെളിച്ചത്തിൽ നോക്കുകയാണ്. ഇടതുവശത്തേതാണ് ക്ഷേത്രപാല രൂപം, വലതുവശത്തുള്ളതാണ് സുദർശന ചക്രം. ഇവിടെ ഇത് ആരാണ് പ്രതിഷ്ഠിച്ചതെന്ന് അറിവില്ല. സാധാരണയായി സുദർശന ചക്രം വിഷ്ണു ക്ഷേത്രത്തിലാണ് കാണേണ്ടത്. ക്ഷേത്രത്തിനു പുറകിൽ ധ്യാനനിരതനായി ഒരാൾ ഇരിപ്പുണ്ട്. ഒരു തുണി കൊണ്ട് കണ്ണുകൾ കെട്ടി ഒരു യുവാവ്. ഈ ചെറുപ്രായത്തിൽ ഈ വഴിയിലേക്ക് തിരിയാൻ എങ്ങനെയാണ് അഭിരുചി ഉണ്ടായതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഇവിടെ നിന്നും സംസ്കൃത യൂണിവേഴ്സിറ്റിയും പാലവും നദീസംഗമവും നന്നായി കാണാം. ഹിമാലയ സന്ദർശന വേളകളിൽ നമ്മൾ പല ദിവ്യാത്മാക്കളെയും കണ്ടുമുട്ടുന്നു. അത് നമ്മുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും വളരെ മാറ്റമുണ്ടാക്കുന്നു.
അത് പ്രകൃതിയിലേക്കും നമ്മളിലേക്ക് തന്നെയും ആഴ്ന്നു ചിന്തിക്കാൻ കാരണമാകുന്നു. പതിയെ നമ്മൾ ബ്രഹ്മത്തിൽ നിന്നും വ്യത്യസ്തരല്ല എന്ന ചിന്തയിലേക്ക് എത്തുന്നു. പ്രപഞ്ചമാകുന്ന സാഗരത്തിലെ ഒരു ജലഗണികയാണ് നമ്മളെന്ന് മനസ്സിലാകുന്നു. തിരിച്ചിറങ്ങി. വഴിയരികിൽ നിറയെ കള്ളിമുൾ ചെടികളാണ്. പൂക്കളുണ്ടായി നിൽക്കുന്നു. കൽക്കെട്ടുകൾ താഴെയിറങ്ങവേ ദേവപ്രയാഗിലെ പഴയ ഭവനങ്ങൾ കാണാം. കല്ലുകൾ കൊണ്ട് മേൽക്കൂര കെട്ടിയാവ തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു ഭവനം, ചെറു കല്ലുകൾ അടുക്കി വെച്ച ചുവരുകളോടുകൂടിയ ഭവനം. തടികൾ കൊണ്ടുള്ള പണികളും കാണാം. തകർന്നു തുടങ്ങിയ ഇതിൽ ആൾതാമസമില്ല. ഇപ്പുറത്ത് കരിങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടി തടികൾ കൊണ്ട് തട്ടുകൾ കെട്ടിയ വീട്. ഇത് ആൾതാമസമുള്ള വീട് തന്നെയാണ്. പഴയതാണെങ്കിലും നല്ല ഉറപ്പ് ഇന്നുമുണ്ട്. ദേവപ്രയാഗിലെ പഴയകാല വീടുകൾ ഇത്തരത്തിലുള്ളവയായിരുന്നിരിക്കണം. ഇന്ന് കോൺക്രീറ്റ് ഭവനങ്ങൾ തന്നെയാണ് എല്ലായിടത്തും. ചിലതു മാത്രം ഗതകാല സ്മരണകൾ ഉണർത്തി നിലകൊള്ളുന്നു. നടന്നു നടന്ന് ക്ഷേത്രാങ്കണത്തിന്റെ ചുവരിനോടടുത്തെത്തിയിരിക്കുന്നു. കരിങ്കല്ലുകൊണ്ട് കെട്ടിയ ചുവരിൽ ആലിന്റെ വേരുകൾ. പടികളിറങ്ങവേ എന്തോ ആലോചിച്ചു നിൽക്കുന്ന ഒരമ്മയും മകനും. ദേവപ്രയാഗ് കാഴ്ചകൾ അവസാനിക്കുകയാണ്. തിരിച്ചുള്ള യാത്രയിൽ വസിഷ്ഠാശ്രമം കാണണം. ഋഷികേശിനടുത്തായി ഗംഗാതീരത്താണത്. ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. നമസ്കാരം.